എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു കുമ്പളങ്ങ പരിപ്പ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചു കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/4 കപ്പ് തുവരപ്പരിപ്പാണ് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ചെറുപയർ പരിപ്പും കൂടി എടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതൊന്ന് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ ഇതൊന്ന് കുതിർത്തിയെടുക്കുന്നുണ്ട്. 1 മണിക്കൂറിന് ശേഷമാണ് ഇത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയും 2 ചെറിയ ഉള്ളിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 വെളുത്തുള്ളിയുമാണ് പ്ലേറ്റിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എടുത്തു വെച്ചിരുന്ന എല്ലാ ചേരുവകളും മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന ശേഷം ഈ പരിപ്പ് ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 കിലോ കുമ്പളങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ വേണം കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് 2 പച്ചമുളകും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ വരുന്നത് വരെയാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. പ്രഷറൊക്കെ നന്നായിട്ട് പോയ ശേഷമാണ് ഞാനിപ്പോൾ കുക്കർ തുറന്നിട്ടുള്ളത്. ഇതിനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പരിപ്പൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/4 കപ്പ് വീതം തുവരപ്പരിപ്പും ചെറുപയർ പരിപ്പുമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് തുവരപ്പരിപ്പ് മാത്രമായിട്ടും ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാനിപ്പോൾ ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട്. പരിപ്പൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഇത് ഞാനിവിടെ തേങ്ങയുടെ കൂട്ട് ചേർക്കുകയാണ്. ഈ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കഴിഞ്ഞ ശേഷം ഒരുപാട് സമയം ഇത് തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. ഇത് അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഇത് തിളപ്പിച്ചെടുക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാകും. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. കുറവാണെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കടുക് താളിച്ചാണ് ചേർക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ചെറിയ ഉള്ളിയും 3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു കുമ്പളങ്ങ പരിപ്പ് കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്